എന്ത് ചീകേറിയില്ല എന്റെ പൊന്നേലിനെ ചേച്ചി ചീകേറിയുന്നേ. ഇങ്ങനെയൊന്നും അറിയില്ലേ മുടി വരും. ആ നിങ്ങൾക്കാർക്കും എന്നെ മനസ്സിലായില്ലല്ലേ? ഞാനാണ് എലീന ചേച്ചിയുടെ തലയിലെ പേൻ. ചേച്ചിയുടെ തലയിലെ പേൻ തന്നെ. അപ്പൊ ഇങ്ങനൊന്നും പറഞ്ഞുകൂടാ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ എലീന ചേച്ചിയുടെ തലയിലിരിക്കാൻ ഞാൻ എത്രത്തോളം കഷ്ടപ്പാട് സഹിക്കുന്നുണ്ടെന്ന്. ഇന്നലെ ആണെങ്കിൽ ഒരു പഴുത്ത കമ്പി എടുത്ത് എന്റെ മുഖത്ത് വെച്ച്. എന്താന്നറിയോ? ഹെയർ ഹീറ്റ് ചെയ്തതാണ്. അത്ര ഹീറ്റ്. സാധാരണ പേനിന്റെ കളർ എന്താ? കറുപ്പാണോ? എന്നെ നോക്ക്. എങ്ങനെയുണ്ട്? ചുമപ്പ്. എങ്ങനെ ആവാതിരിക്കും? ആഴ്ചക്കല്ലേ ഹെയർ കളർ മാറ്റണം. കണ്ടോ ഈ ചുമന്ന കളർ അടിച്ചോണ്ട് ഞാൻ എന്റെ കുടുംബത്തലേ ചെന്ന് കയറി. അവിടെ പോയപ്പോ എന്റെ അച്ഛൻ എന്നോട് പറയുക, നീ എന്റെ മോളൊന്നും അല്ല, ഇറങ്ങി പോടീന്ന്. ഈ ചുമന്ന കളർ അടിച്ചോണ്ട് വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനൊന്നും ചെയ്യരുത്, അറിയൂ. വിഷമം. അങ്ങോട്ട് പറഞ്ഞിക്കോ. വിശക്കുന്നേ, വല്ലതും തായോ. വിശക്കുന്നേ, വല്ലതും തായോ. വന്ന് പേനില് പിച്ചക്കാരിയോ? എന്നെ പിച്ചക്കാരിന്നൊന്നും വിളിക്കണ്ട. ഞാൻ നല്ല റോയൽ ഫാമിലിയിലെ പേനാണ്. ആണോ? മനസ്സിലായില്ല. ഞാനാണ് ശ്രീവിദ്യ ചേച്ചിനെ തലയിൽ പേന്. വിശക്കുന്നേ. എടി നിനക്ക് വിശക്കുന്നെങ്കിൽ നീ ഇവിടെ വന്ന് കീറിട്ട് എന്താ കാര്യം? എടി എനിക്ക് ഭക്ഷണം തരുന്ന ശ്രീവിദ്യ ചേച്ചിന്റെ തലേന്നല്ലേ. നാണുണ്ടോടി നിനക്ക്? വിശക്കുന്നെന്ന് പറഞ്ഞ ആരെങ്കിലും ചളി വാരി തിന്നുവോ? നീ കുളിക്കത്തൊന്നുമില്ലേ വൃത്തികെട്ട പെണ്ണ്? എങ്ങനെ കുളിക്കാനാ? ശ്രീവിദ്യ ചേച്ചി കുളിച്ചാലല്ലേ എനിക്ക് കുളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ശ്രീവിദ്യ ചേച്ചി കുളിക്കൂലല്ലേ? കുളിക്കും. ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കും. ചേച്ചി ഭയങ്കര എയർ കോൺഷ്യസ് അല്ലേ? എന്തോ ചേച്ചി ഇത്? പക്ഷേ ചേച്ചി കല്യാണം കഴിച്ചപ്പോ ഞാനൊന്ന് സന്തോഷിച്ചു. ഇപ്പൊ ചേട്ടന്റെ തലേ കയറി ഇരിക്കാലോ. പക്ഷെ അവിടെ എനിക്ക് പരാജയമായിരുന്നടി. എന്താടി? ചേട്ടൻ 2 ആഴ്ചയിൽ ഒരിക്കലേ കുളിക്കത്തുള്ളൂ. ചേച്ചിനേക്കാളും വലിയ ഹെയർ കോൺഷ്യസ് ആണ് ചേട്ടൻ. ചേച്ചിയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുളിക്കുമല്ലോ. പക്ഷേ എടി, ശ്രീവിദ്യ ചേച്ചിയുടെ തലേ കയറിയതിനു ശേഷം നീ ഒന്ന് തടിച്ചു കൊഴുത്ത്. എന്ത് ഫുഡാ ചേച്ചി അവക്ക് കഴിക്കാൻ കൊടുക്കുന്നേ? എടി, അത് തടിച്ചു കൊഴുത്തൊന്നുമല്ല. പിന്നെ ഞാൻ കുളിക്കാനിട്ടേ ദേഹം ചൊറിഞ്ഞ് നീരിറങ്ങിയത്. നീരായിരുന്നോ? നിന്റെ ഇളക്കം കണ്ടപ്പോഴേ മനസ്സിലായി ഇത് നീരിളക്കമാണെന്ന്. അത് ഓടിയാടുന്നു. ആ എടി വേഗം പോയി ശ്രീവിദ്യ ചേച്ചിയുടെ തലേ കയറിക്കേ. പാവം, എന്നാലും ഫുഡൊക്കെ തരുന്നതല്ലേ. ഞാൻ പോവില്ല. എടി പാവടി, നോക്കടി സമാധാനത്തോടെ ചൊറിയാതിരിക്കുന്ന. ഞാൻ പോവില്ല. പിന്നെ എന്തു പാവം. എന്റെ ബന്ധുക്കളൊക്കെ ഈ നഖത്തിന്റെ ഇടയിൽ ധരിച്ചു കൊന്ന ദുഷ്ടത്തെയാണ്. നീ കൊല്ലാനൊക്കെ പാവടി പോടി. പോവില്ല. എടി ഞാൻ എന്റെ കൂടെ എലീന ചേച്ചിന്റെ തലയിരിക്കാൻ വരട്ടെ. എടി ഇത് നോക്കടി. എലീന ചേച്ചിന്റെ മുടിയൊക്കെ എന്നെ മാടി വിളിക്കുന്നെടി. എടി നീ കാണുന്ന പോലെയൊന്നുമല്ല. എലീന ചേച്ചിയുടെ തലയെ പേന്മാള അങ്ങോട്ട് മാറിക്കേ. സ്ഥലമില്ല. അപ്പോഴവളും കൂടി പോടുന്നു. നോക്കടി, 2 പേനുകൾ കഥയും പറഞ്ഞോണ്ട്. ഓ എടി, ആ കൂറക്കഥയും പറഞ്ഞോണ്ട് വരുന്ന കേട്ടറിഞ്ഞൂടെ? അതാ ഞോബിപ്പേനാ. കുട്ടിപ്പേൻ. ഏതാ കുട്ടിക്കൂറയോ? അത് തന്നെ. ഇങ്ങോട്ട് അതറിഞ്ഞൂടെ അഖിലിന്റെ മാനറിസോ? നിനക്ക് നാണമില്ലടെ ഏതൊരു എന്റെ വാലി തൂങ്ങി നടക്കാൻ? അയ്യോ, നിങ്ങളുടെ വാലി തൂങ്ങി നടക്കണോണ്ടാണ് നിങ്ങൾ പറയണ കൂറ കഥകൾക്കൊക്കെ ഞാൻ തിരിച്ചു സപ്പോർട്ട് ചെയ്തായിരുന്നത്. അല്ലെങ്കിൽ കാണായിരുന്നു ഒരു പേൻ നിന്ന് പുഴുക്കുന്നത്. നോബിച്ചേട്ടന് തലയിലിരിക്കണ പറഞ്ഞിട്ട് ഇവ ഭയങ്കര ഷോ. നീ വലിയ സെലിബ്രിറ്റി കളിക്കൊന്നും വേണ്ട. കുട്ടിച്ചേട്ടാ, ഇത് ആരുടെ തലയിലെ പേനാണ്? അപ്പൊ കുട്ടിച്ചേട്ടന്റെ തലയിലെ പേനെ കുട്ടിച്ചേട്ടന്റെ തലയിൽ തന്നെ ഇരുത്തണം. അല്ലാതെ നാട്ടുകാരുടെ പേന് ശല്യം ഉണ്ടാക്കാനായിട്ട് ഇറക്കി വിട്ടതാ. കുട്ടിച്ചേട്ടന്റെ തലയിൽ പോയിരുന്നോടാ. നീ എന്തിനാണ് ഞൊഴഞ്ഞു നോബിച്ചേട്ടന്റെ തലയിൽ കയറാൻ വന്നത്? നോബിച്ചേട്ടന്റെ തലയും കുട്ടിച്ചേട്ടന്റെ തലയും ഏതുവരെ ഇങ്ങനെ ഒട്ടിയിരിക്കും. നീ കുട്ടിച്ചേട്ടന്റെ തലയിൽ കയറി ഇരിക്കണം. കുട്ടിച്ചേട്ടന്റെ തലയിലേക്ക് ഒരു മൂടില്ല. നിനക്ക് മൂടില്ലേ? അയ്യോ, മൂടൊക്കെ ഉണ്ട്, എന്നാലൊരു മൂടില്ലാന്നായിരിക്കില്ല, മുടിയില്ലാന്നായിരിക്കും. ഒരു മിനിറ്റില് 60 സെക്കൻഡ്. പക്ഷെ 60 സെക്കൻഡിൽ 70 പ്രാവശ്യം മുടിയില് ഇങ്ങനെ 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 ഇങ്ങനെ. പിന്നെ ഞാനിങ്ങനെ അവിടെ നിക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, കുട്ടിച്ചേട്ടന്റെ ഓരോരോ കാട്ടായങ്ങളും കണ്ടുപിടിച്ചോണ്ട് ഒരു കുട്ടിത്തായം ഇറങ്ങിയിട്ടുണ്ട്. നീ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 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 കാണിക്കുന്നത്? ഇതിന്റെ ഐഡന്റിറ്റിയാ. കേക്കണം, ഒരു ദിവസം പോലും ആയുസില്ലാത്ത ഇവനാണ്. ഹലോ
നോബിപ്പേനുകൾ അറിയൂ. സുഖം. അയ്യോ എന്തു പറ്റി നോബിപ്പേന ഒരു വിഷമം? ഒന്നും പറയണ്ട. എന്തെങ്കിലും പറ, തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വന്നല്ലേ? നിങ്ങൾ എല്ലാരും ഒന്ന് കേൾക്കണം. ഓ കേക്കാൻ പറ. ഇന്ന് ഇവിടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞ് രാവിലെ വെപ്രാളം പിടിച്ച് ബാത്റൂമിൽ കയറി. അയ്യേ അതൊന്നും ഇവിടെ പറയില്ല, നാണക്കേട്. കുളിക്കാൻ അങ്ങനെ എന്നിട്ട് കുളി കഴിഞ്ഞ് തല തോർത്തി. ആ തോർത്തോട് കൂടി എന്നെ ആ ബാത്റൂമിൽ വലിച്ചെറിഞ്ഞ് എന്നിട്ട് കാർ കൊടുത്തൊരു ഒറ്റ പോക്ക്. അപ്പൊ ഒന്നും ഇടാണ്ടേ പോയത്? അങ്ങനെയല്ല. അത് കഴിഞ്ഞ് നീ എങ്ങനെ ഇങ്ങോട്ട് വന്നേ? ഞാൻ ആ കുളിമുറി ഇത് പതിയെ എഴഞ്ഞ് വെഞ്ഞാറമൂടി ബസ് സ്റ്റാൻഡിൽ വന്നു. അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറി പോന്ന് ടിക്കറ്റ് എടുക്കാതെ. അല്ലെങ്കിലും അങ്ങനെ തന്നെ, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ തലയിൽ നമ്മൾ ഉണ്ടെന്ന് പറയാനേ നാണക്കേടായി. അയ്യോ സത്യം. ഇതെന്താടി ഈ പേരൊന്ന് പുഴു അടിക്കുന്ന? വൈബ്രേറ്റ് അടിക്കുന്ന പോലെ താങ്ങാനുള്ള ശേഷിയില്ലേ വേന? അതന്നെ. ഹലോ ഹലോ, ആരാ? ശ്രീവിദ്യ ചേച്ചിയുടെ തലയിലെ പേരല്ലേ? അതെ, ഞാൻ ഡയാന ചേച്ചിയുടെ തലയിലെ പേരാണ്. അയ്യോ, ഡയാന ചേച്ചിയുടെ തലയിലെ പേനാണോ? ഡയാന ചേച്ചി തലയിലിരിക്കുന്ന പേരാ വിളിക്കുന്നേ. മേടിച്ചെടുത്തില്ലേ? എടി പറയടി. എടി ഗൾഫുകൾ വന്നപ്പോ ഞാൻ വിചാരിച്ച ഏത് അറബി പേൻ ആയിരിക്കും. എടി നീ ഇപ്പൊ എവിടെ അടി? ഞാനിപ്പോ യുകെയിലാടി. പേനുകളായ ദോണ്ടേ ഇങ്ങനെ വേണം. എനിക്കുണ്ടൊരു തല. എന്തിനെ കൊള്ളാം. കാസർഗോഡ് ചന്തയിൽ പോകും, കാസർഗോഡ് ബ്യൂട്ടി പാർലറിൽ പോകും. ഈ ഡയാന ചേച്ചിന്റെ കൂടെ പോയാ UK, ഓസ്ട്രേലിയ, അമേരിക്ക, ജപ്പാൻ അങ്ങനെ എവിടൊക്കെ പോവാ? ആടി പറ. ഡയാന ചേച്ചിയുടെ തലയിലിരുന്ന ഏത് രാജ്യത്ത് എപ്പോഴാ പോകുന്നൊന്നും പറയാൻ പറ്റില്ല. ഡയാന ചേച്ചി ഇവിടെ ഉണ്ടല്ലോ, നീ എവിടെ? ഞാനിപ്പോ യുകെയിലാടി. അയ്യോ യുകെയിലാ? ഡയാന ചേച്ചി പ്രോഗ്രാം കഴിഞ്ഞ് വിഗ്ഗു ഒരു ഭിത്തി തൂക്കിയടി. ഡയാന ചേച്ചി വിഗല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ച നല്ല പഴുത്ത പനകോലത്തെ പോലത്തെ മുടിയാണ്. ചില സെലിബ്രിറ്റീസ് ഒക്കെ വിഗ് തന്നെടി, കണ്ട ഒറിജിനൽ ആന്നേ ആ അത് തന്നെ അത് തന്നെ. അയ്യേ എടി ഞാനിനി എങ്ങനെ നാട്ടിലോട്ട് വരുവടി? എടി നീ ഒരു കാര്യം ചെയ്തി, സായിപ്പിനെ തലമണ്ട കയറി ജീവിക്കടി. അതിനെനിക്ക് ഇംഗ്ലീഷ് അറിയണ്ടേ? ഡയാന ചേച്ചിയോട് എന്ന് പറഞ്ഞേരടി, തലമറന്ന് എണ്ണ തേക്കല്ലേ. അയ്യോ എന്തൊരു കഷ്ടമല്ലേ. ഞാനും അവളും അപ്പുറത്തും ഇപ്പുറത്തും തലയിലിരുന്ന് എന്തുമാത്രം നുണ പറഞ്ഞു. നിങ്ങൾ ഇവര് പറഞ്ഞേക്കാളും നോട് പറഞ്ഞിട്ടുണ്ടാവല്ലേ? അതിനവരല്ലേ ഞങ്ങക്ക് പഠിപ്പിച്ചിരുന്നേ. ഞാനീ പറയുന്നത് നിങ്ങളോടാ. നിങ്ങൾ ഇത്രയും വലിയ സെലിബ്രിറ്റീസ് ആവുന്നതിന് മുമ്പേ നമ്മൾ കുടുംബപരമായിട്ട് നിങ്ങളുടെ തലയിലിരുന്നവരല്ലേ? എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്നും നമ്മളോട് ചെയ്തു? ദേ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയാണ്, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ തലമുറ അന്യം നിന്ന് പോകും. ഹായ് ഹലോ നമസ്കാരം, മാം ശ്വേത മേനോൻ. ഇവിടെ ഹിന്ദി ചെലവാവൂല. ഒരു നിമിഷം ഞാനങ്ങ് മുംബൈയിലാണെന്ന് ചിന്തിച്ചു. ഞാൻ ശ്വേത മാമിന്റെ തലയിലിരിക്കണ പേന്. അങ്ങനെ കൊമ്പത്തേറാതെ താഴോട്ട് വാ. അല്ല ഇതെന്തീ കിരീടൊക്കെ വെച്ചോണ്ട്? ശ്വേതാമേം പോലും ഇങ്ങോട്ട് വരുമ്പോ കിരീടൊന്നും വെക്കാറില്ലല്ലോ. ഞാനാണ് പേനുകളുടെ പ്രശസ്തമായ സുന്ദരി റാണി. ഈ പേൻ എന്താ ഇവിടെ നെഞ്ചു വിരിച്ചിരിക്കുന്നേ? സാധാരണ ശ്വേതാമയം വരുമ്പോൾ എല്ലാരും കിട്ടി ഹഗിയാറുണ്ട്. ആ ആദിത്യ മര്യാദ പേരിനും കാണിക്കാം. ബിസിനസ്. സാധാരണ ശ്വേതാമേമിന്റെ വായൊന്നും ഇങ്ങനെ വീഴാറില്ല. ഇതിനുമ്പ് കൊളപ്പുള്ളി ലീലയുടെ തലയിലായിരുന്നല്ലേ? കേട്ടപ്പോ മനസ്സിലായി. എടി ഈ ശ്വേത ചേച്ചിന്റെ തലയിലിരിക്കാൻ വേണമല്ലോ എടി ഒരു ഭാഗ്യം. സത്യം എടി നോക്കടി എന്തൊരു സൗന്ദര്യമുള്ള പേനാടി. അല്ല ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? എന്റെ സൗന്ദര്യത്തിന്റെ ഡെയിലി ഒരു ബോട്ടിലിന് 1500 രൂപ വരുന്ന ബ്ലാക്ക് വാട്ടർ ആണ് മാം കുടിക്കുന്നത്. കുടിക്കുന്നത് മാത്രമല്ല, ബാക്കി വന്ന അതെടുത്ത് കളയൂല, പിന്നെ അതെടുത്ത് തലയിലൊഴിക്കും. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. അതൊക്കെയാണ് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം. എനിക്ക് കൊണ്ടുവരണം. ചൊറിഞ്ഞോണ്ടിരിക്കുന്നു. പിന്നെ പഞ്ച്വാലിറ്റിയുടെ കാര്യത്തില് മാം സൂപ്പറാ. കറക്റ്റ് 8
മണിയാവുമ്പോ ഫുഡ് കഴിച്ചിരിക്കും. പിന്നെ മാമിനെ കല്യാണം കഴിച്ച ശ്രീവത്സം മാമൻ എന്തൊരു അവരുടെയൊക്കെ സ്നേഹം നമ്മൾ കണ്ടു പഠിക്കണം. പിന്നെ ആ കേറിങ് ഏട്ടായിയുടെ സ്നേഹം കുറച്ചൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കിട്ടി? അത് ശ്രീവത്സ മാമൻ ഇങ്ങനെ സ്നേഹത്തോടെ മാമിന്റെ മുടിയിലൂടെ ഇങ്ങനെ തഴുകുമ്പോ ആദ്യം ഞാൻ ഉറങ്ങും, എന്നിട്ടേ മാം ഉറങ്ങും. സൗണ്ട് ഇത് പറഞ്ഞപ്പോ ആദ്യം ഉറങ്ങി. അവൻ കിടന്ന് ഉറങ്ങാൻ നിൽക്കുന്ന. അതിന്റെ ഇടയ്ക്ക് എങ്ങാണം മുടിയിന്ന് കൈയൊന്നെടുത്ത അപ്പ കാണാം മേഡത്തിന്റെ രണ്ടാമത്തെ മുഖം. മുടിയൊക്കെ അഴിച്ചിട്ടൊരു നിപ്പുണ്ട്. എനിക്ക് തല നിമിത്താ, എനിക്ക് തല മസാജ് ചെയ്താ. ഞാൻ വരെ തലേന്ന് പേടിച്ചിറങ്ങിയോളൂ. പിന്നൊന്ന് കൂളാവുമ്പോഴാണ് ഞാൻ പതിയെ പതിയെ വന്ന് വീണ്ടും തലേ കേറുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും സ്നേഹത്തോട് ഒരുമിച്ച് കിടന്നുറങ്ങുമായിരുന്നു. ഞാൻ ശ്രീമാമന്റെ മീശയിലോട്ട് അങ്ങോട്ട് കേറി. രണ്ടുപേരും ഓടിക്കത്തയടി. ശ്രീമാമൻ ഒരു മുറിയിലും മാം വേറൊരു മുറിയിലും. എനിക്ക് മാമിന്റെ തലേ കേറാൻ പറ്റുമോ? എന്താ? ഞാൻ ശ്രീമാമന്റെ മീശയിലല്ലേ. ഞാൻ ആകെ വിഷമിച്ചു പോയി. ഒന്നാമതേ ശ്രീമാമന്റെ മൂക്കിന്റെ അറ്റത്താണ് ശുണ്ടി. അവരുടെയൊക്കെ മൂക്കിന്റെ അറ്റത്താണോ? എന്റെ വേറെ എവിടെയാണ്? എങ്ങാണ് ചീറ്റി കഴിഞ്ഞ എന്റെ ജീവിതം ചീറ്റി പോവൂലേ. പിന്നെ നമ്മള് സംസാരിച്ച് ആകെ സമയം വൈകി. നമ്മൾ ഷൂട്ട് കഴിയാറ്. എല്ലാവരും അവരവരുടെ സെലിബ്രേഷൻ തലേ കയറി. വരരുത്. നോബേണ്ണ, ഞാൻ ഇത്ര നാൾ നോബേണ്ട തലയിലായിരുന്ന. ഓടാ എന്റെ കൊളസ്ട്രോൾ മൊത്തം ഊറ്റി കുടിച്ചു. നമ്മളോട് അങ്ങനെ പറയില്ലേ, നമ്മള് നിങ്ങളുടെ തലയിലല്ലേ ജീവിക്കണേ. ഈ കുട്ടിയാക്കിന്റെ തലയിലെ പേന്റെ ലിവർ ടെസ്റ്റ് ചെയ്യണം. ബിയർ വെച്ചാണ് തല കഴുകണം. അല്ല ബിയർ വെച്ച് തല കഴുകണം നല്ലതാണ്. അതല്ല നിങ്ങളിപ്പോ ഇങ്ങോട്ടൊന്ന് കയറി ചില മര്യാദയ്ക്ക് നിങ്ങൾ ഇവിടുന്ന് പോയി ഇല്ലെങ്കിൽ എല്ലാത്തിനും കൂടെ പറക്കി വെച്ച് ഇങ്ങനെ ടിക് 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 എന്ന് പറഞ്ഞു പോകുന്നു. മിസ് ഇന്ത്യ നിങ്ങൾ പോണല്ലേ? ഞാൻ ശ്വേത മാമിന്റെ തലയിലെ ഹിന്ദി പേനാണ്. അതുകൊണ്ട് ഞാൻ പോണെങ്കിൽ ഹിന്ദി പറയണം. ഓ ചേച്ചി ഒരുമിച്ച് പറയാം. എല്ലാരും ഒരുമിച്ച് ഹിന്ദിയിലും